അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാനൻസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഹ്യൂജ് മീഷോ ഹോൾ ആയിട്ടാണ്. മീഷോ എന്നുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ്, കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് കാണിച്ചു തരുന്നത്. കഫ് ലെങ്ത്തിൽ വരുന്നത്, നീ ലെങ്ത്തിൽ വരുന്നത്, അങ്ങനെയുള്ള ഷർട്ട് ഡ്രസ്സസ്, അതേപോലെ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല, കാരണം ഒരു ഹ്യൂജ് ഹോൾ ആണ്. അടിപൊളിയായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി തന്നെ പറയാൻ പറ്റില്ല ഒരുപാട് കളക്ഷൻസ് നമ്മളിന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആരും മിസ്സാക്കണ്ട, സ്കിപ്പ് ചെയ്തിട്ട് ഓടിപ്പോയിട്ട് മീൻസ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടും, എന്നാലും കുറച്ച് ഡീറ്റെയിൽസ് അറിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഇല്ലാതാവും. ഓക്കെ, ചിലപ്പോൾ സൈസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ ഡൗട്ട്സ് ഇല്ലാതാവും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുവാണെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, എനിവേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒരു ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ്. നമ്മൾ ഇതിൽ കൂടുതലും ഫാഷനാണ് വരാറ്. ഫാഷൻ റിലേറ്റ് ഇങ്ങനെ ഹോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യാറ്. നിങ്ങൾക്ക് അങ്ങനത്തെ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കേട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സ് കാണിച്ചു തരാം. അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യം ഒരു കാഫ് ലെങ്ത് ഇട്ടിട്ടുള്ള ക്ലിപ്പ് ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം. കാഫ് ലെങ്ത് ആണ് വരുന്നത്. ഇതിന്റെ ഒരു ക്ലോസ് ഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ആ ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മെറ്റീരിയൽ. നിങ്ങൾക്ക് കറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. നല്ലൊരു സോഫ്റ്റ് ഒരു ലൈക്ക് നിങ്ങൾക്ക് ഇതിന്റെ നെയിം എന്തായിരുന്നു ഈ മെറ്റീരിയലിന്റെ? ക്രഷ് കോട്ടൺ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ മെറ്റീരിയലിന്റെ പേര്. ഇതിലേക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ നരയ്ക്കുക, കളർ ഇളകുക, ചുരുങ്ങുക അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രഷ് കോട്ടൺ എന്തോ ആണ് ഇതിന് പറയാ. ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, എനിവേ ഇതൊരു പ്രീമിയം ക്വാളിറ്റി അതറിഞ്ഞാൽ മതി, കാരണം അത്രയധികം ക്വാളിറ്റി തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഡൗട്ട് വേണ്ട. പിന്നെ ഇത് ഓക്കെ, പിന്നെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഷർട്ട് ഡ്രസ് ആണ്. അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്, കാഫ് ലെങ്ത് വരുന്നുണ്ട്. ബട്ടൺസ് ത്രൂ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ട്രാൻസ്പെറൻറ്റ് കൈൻഡ് ഓഫ് ബട്ടൺസ് ആണ്. ഇതിലിവിടെ ഞാൻ ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവിലേക്ക് വരുവാണെങ്കിൽ ഫുൾ സ്ലീവ് ആണ്. ആൻഡിൽ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ കോളേർഡ് ആണ് നെക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 600 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് ഒരു ന്യൂഡ്, ഒരു സ്റ്റാൻഡേർഡ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്ക് ഹിജാബ് കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു, ഈ ഒരു ഹിജാബ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, നല്ലൊരു ഭംഗി എനിക്ക് തോന്നി കേട്ടോ. ബ്ലാക്ക് ബോർഡ്, ഞാൻ വൈറ്റ് ബോർഡാണ് തോന്നുന്നു കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്കും കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് ഷ്രെഗ് ഐറ്റം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതെനിക്ക് തോന്നുന്നു ഫ്രീ സൈസ് എങ്ങാനാണ്. ഫ്രീ സൈസ് ആണെങ്കിൽ നിങ്ങൾ എടുത്തു. എൻ്റെ നോർമൽ സൈസ് എക്സൽ ആണ്. എനിക്ക് നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ വേറെയും ഇതേപോലത്തെ കുറച്ചെണ്ണുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 സൈസ് അപ്പ് എടുക്കാം. ഓക്കെ, ഷർട്ട് ഡ്രസ് ആയതുകൊണ്ട് തന്നെ 1 സൈസ് അപ്പ് എടുത്താൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. സോ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് വെറും 450 റുപ്പീസിന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ വന്നിട്ടുള്ള ഈ ഒരു ഗൗൺ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത്. 450 ഓർ 470 അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ, അത് മാറുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ഗൗണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ബ്ലാക്ക് ആൻഡ് ഗ്രേ ആ ഒരു കളർ കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അല്ലേ കളേഴ്സ് ഒക്കെ. ഇടയിൽ ഇങ്ങനെ ഒരു മോസ് ഗ്രീൻ ഷെയ്ഡൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ ഒരു ക്ലോസ് ഷോട്ട് ആദ്യം തന്നെ കാണിച്ചിടാം നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നല്ലൊരു ജോർജറ്റ് ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഒരു കാഫ് ലെങ്ത് വരെ നമുക്ക് ലൈനിങ് വരുന്നുണ്ട്, താഴോട്ടേക്ക് ലൈനിങ് ഇല്ലാതെ. ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് വരുവാണെങ്കിൽ ഇങ്ങനെ
ഒരു ബലൂൺ കൈൻഡ് ഓഫ് എൻഡിൽ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള എലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. നല്ലൊരു സ്ലീവാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവാണ്. ഇവിടെ ചെറുതായിട്ടൊരു ഫ്രില്ലൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഭംഗിയുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷെ നിങ്ങളൊരു ബ്ലാക്ക് ഹിന്ന ടോപ്പ് ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു അലാസ്റ്റിക് വരുന്നുണ്ട്, പക്ഷെ ഇതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു അലാസ്റ്റിക് അല്ല കേട്ടോ. പിന്നെ ഇതിന്റെ സെയിം പ്രിന്റിൽ വരുന്ന ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. ബെൽറ്റ് ഞാൻ ഇടില്ല, അതിനോട് ഞാൻ മാറ്റി വെച്ചാട്ടോ. നിങ്ങൾക്ക് ബെൽറ്റ് ഇട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ എനിക്ക് ബെൽറ്റ് ഇട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമില്ല. ഇതിന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഓക്കെ, രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒരു സംഭവം ബെൽറ്റ് ഇടാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഹാൻഡിൽ താഴോട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ലൈനിങ് കാഫ് ലെങ്ത്തിൽ ഈ ഒരു ലൈനിങ്, ഒരു ലൈക്ര മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ലൈനിങ് വരുന്നുണ്ട്. അതിന്റെ താഴെ കുറച്ച് ഭാഗമേ ലൈനിങ് ഇല്ലാത്തത് വരുന്നുള്ളൂ. ഒരു എൻഡിലേക്ക് ഒരു ഫ്രില്ല് പോലെ, താഴോട്ട് ഒരു ഫ്രില്ല് പോലെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിന്റെ ഒരു ഫിറ്റിംഗ് ആണെങ്കിലും ക്വാളിറ്റി, ഫിറ്റിംഗ്, ഷെയ്ഡ്, പ്രൈസും എല്ലാം അടിപൊളിയാണ്. എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ ഗൗൺ ആണ്, അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. 450 ഓർ 470 ആ ഒരു പ്രൈസിന് ഇത് ഭയങ്കര വർത്താണ്. ഞാൻ എൻ്റെ നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലുള്ള കാണിച്ചില്ലേ. ഇനി ഞാൻ കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോട്ടൺ ടോപ്പ് കാണിച്ചു തരാം. ഒരു യെല്ലോയില്, ഒരു മസ്റ്റാർഡ് യെല്ലോയില് നല്ലൊരു ഫ്ലോറലായിട്ട് വന്നിട്ടുള്ള ഒരു മെറൂൺ ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പ് കാണിച്ചിടാം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഫിറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഇവിടെ പ്ലേറ്റഡ് ഒക്കെ ആയിട്ട് റൗണ്ട് നെക്ക്, ഇവിടെ ഇങ്ങനെ ഒരു റോപ്പ് വന്നിട്ടുണ്ട്. നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. നല്ല കംഫർട്ടബിൾ ആയിട്ട് കാഷ്വൽ വെയറിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. കോട്ടൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഇടാൻ വേണ്ടിയിട്ട്. സോ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ്, ഒരു ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ സ്ലിറ്റ് കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് ഒരു ടോപ്പ് അല്ലെ, ഒരു ഷോർട്ട്, ഭയങ്കര ഷോർട്ട് അല്ല, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന, ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുണ്ട്. വെയർ ചെയ്ത് കഴിഞ്ഞിട്ട് 300 റുപ്പീസ് അങ്ങനെ പ്രൈസ് വരുന്നുള്ളൂ. ഇതിന്റെ സൈസും നിങ്ങൾ നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു പ്രീമിയം ക്വാളിറ്റി, ഞാൻ ലൈക്ക് ഫസ്റ്റ് ഒക്കെ കാണിച്ചു തന്ന പോലത്തെ അങ്ങനത്തേലേക്ക് വരാം അല്ലേ. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഷോർട്ട് ഷർട്ടാണ് കേട്ടോ. ഷോർട്ടല്ല, ഷർട്ടാണ്. ഷോർട്ട് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. സോ ഈ ഒരു ഷർട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ഈ ഒരു സംഭവം കണ്ട, ഇത് നിങ്ങൾക്ക് കാണുമ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റ്, ഞാൻ ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട്, കുറച്ച് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് എന്നാ വന്നിട്ടുള്ളത്, ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. സോ ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര, നമ്മൾ നല്ല പ്രൈസ് ഒക്കെ കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഇതിന്റെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒന്ന് സംഭവം കാണിച്ചത്, ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് ഈ ഒരു സ്ലീവ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലീവാണ്. ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്താണ് ഞാൻ. ഒരു ലൂസ് കൈൻഡ് ഓഫ് സ്ലീവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഒരു ചൈനീസ് കോളേഡൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ലൈക്ക് ബട്ടൺസ് കണ്ടോ, ഇങ്ങനെ കവേർഡ് ആയിട്ടാണ് ബട്ടൺസ് വരെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. മെറൂൺ എന്നാണ് ബട്ടൺ വന്നിട്ടുള്ളത്. ചെറിയൊരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്, ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ആ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. സ്ലീവൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്ലീവൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ലെങ്ത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ എല്ലാവർക്കും ഇത് കംഫർട്ടബിൾ ആണെന്ന് അറിയില്ല. ഷോർട്ടാണ് കേട്ടോ, പക്ഷെ കുറച്ചൊരു ലൂസ് ഫിറ്റിൽ, ഇങ്ങനെ ഭയങ്കര ഇറങ്ങി അങ്ങനൊന്നുമില്ല, കുറച്ച് കുഴപ്പമില്ല. ബാഗി ഫിറ്റ് ജീൻസിന്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും വെയർ ചെയ്യുക.
തീരെ ഷോർട്ട് ഇടാത്തവരാണെങ്കിൽ ഇത് അൺകംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഡ്രസ്, ഒരു ടോപ്പ്. സോ ഇതിൻ്റെ കൂടെ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാൻ വിചാരിച്ചിട്ടുള്ള ഈ ഒരു ബോട്ടം ആണ്. ഇതൊരു ക്രീം കാർഗോ ബോട്ടം ആണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളെ ബോട്ടത്തിൻ്റെ വീഡിയോസ് ചോദിക്കാറുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബോട്ടത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. എപ്പോൾ വിചാരിക്കുമ്പോഴും എന്താ അറിയില്ല, എല്ലാം ഇങ്ങനെ കാണിക്കണമല്ലോ, ആ ഒരു മടിയോണ്ടാണെന്ന് അറിയില്ല. കാണിക്കാതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അതെല്ലാം വേറെ ഇത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള മടികൊണ്ടാണ് അത് നേരം വഴുകുന്നത്. ഓക്കെ, എനിവേ ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു ബോട്ടം ഇതൊരു കാർഗോ ബോട്ടമാണ്. 2 ഭാഗത്ത് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. ഒരു വൈറ്റ് ലെഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബോട്ടം ആണ്. സ്ട്രെയിറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു ബോട്ടം ആണ്. സോ ഈ ഒരു ബോട്ടം നല്ല ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ബോട്ടാണ്. പക്ഷെ ഇത് ഒരു ബാഗി ഫിറ്റ് ഒന്നല്ല കേട്ടോ. ലൈക്ക് ഭയങ്കര ലൂസ് ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. അത്യാവശ്യം ഫിറ്റിൽ, എന്നാൽ താഴോട്ട് കുറച്ചൊരു വൈറ്റ് ലെഗ് ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ കൂടെ ഞാനത് വേറെ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ ഒരു ഫിറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, ബാഗി ഫിറ്റ് അല്ല, ഇറ്റ്സ് എ വൈറ്റ് ലെഗ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത് അറൗണ്ട് ഒരു 600 അടുത്താണ് പ്രൈസ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ 1000 എബോ എന്തായാലും നമ്മളൊരു ജീൻസിൽ കൊടുക്കണം. നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത്. നല്ലൊരു വൈറ്റ് ലെഗിൽ വന്നിട്ടുള്ള ഒരു ബോട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് ഒരു 600 റുപ്പീസാണ് പ്രൈസ് വന്നിട്ടുള്ളത്. സോ നിങ്ങളത് ഓഫ്ലൈൻ ആയിട്ടാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ, ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് അറൗണ്ട് ഒരു 1000 അറൗണ്ട് എന്തായാലും ആവും. അപ്പോൾ ആ ഒരു പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഡെനിമാണ്. എനിക്ക് മീഷോ എന്ന് പറയുന്ന സമയത്ത് ബോട്ടം കളക്ഷൻസ് ആണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. എൻ്റെ ഉള്ളതിൽ കൂടുതലുള്ളത് ഓൾമോസ്റ്റ് മീഷോ എന്നുള്ള ബോട്ടംസ് ആണ്. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ബോട്ടത്തിൽ മീഷോ. നല്ല ക്വാളിറ്റി, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റി. ഡെനിം ആണെങ്കിൽ കൂടിയും എല്ലാം എനിക്ക് കംഫർട്ടബിൾ അല്ല. മീൻസ് നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. പക്ഷെ എനിക്ക് മീഷോ എല്ലാ പ്രാവശ്യവും നല്ല ലെക്കായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ബോട്ടം കാണിച്ചു തരുന്നത്. സോ നമുക്ക് അടുത്തൊരു ഔട്ട്ഫിറ്റിലേക്ക് പോവാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു ഷർട്ട് ഡ്രസ് ആണ്. ഇത് നീലും കുറച്ച് താഴായിട്ട് എങ്ങനെ ലെങ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഞാനൊരു ബ്ലാക്ക് ഹിജാബും ബ്ലാക്ക് ബോട്ടം ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു, ഞാൻ മറ്റേത് പറഞ്ഞില്ല, ഫസ്റ്റ് കാണിച്ചില്ലേ, ഒരു ന്യൂഡ് ഷെയ്ഡ്, അതേ ഒരു ക്വാളിറ്റി എന്നാണ് ഇതിനും വന്നിട്ടുള്ളത്. ആ ഒരു ക്രഷ് കോട്ടൺ മെറ്റീരിയൽ, അങ്ങനെ മെറ്റീരിയലാണ്. പ്ലാസോ ഷർട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മെറ്റീരിയൽ. നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ്. മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. മെറ്റീരിയലാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ബാക്കി ലെങ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ട്രൈ ആക്കാം. മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. പിന്നെ നല്ല ബോത്താണ്, പ്രൈസിന് നല്ല ബോത്തായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിന് ബട്ടൺസ് ഇങ്ങനെ പേൾ ബട്ടൺ നല്ല ഭംഗിയുണ്ട്. പേൾ ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഇതിന് 3 കളേഴ്സ്. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, സ്കിപ്പ് അടിച്ച് പോകുന്നവർക്ക് ഇത് മിസ്സാവും. കാരണം ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 3 കളേഴ്സ് കാണാം. ബ്ലാക്ക്, ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ, പിന്നെ ഒരു പീച്ച്, ഒരു ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് കളർ ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് എടുത്തോ കുഴപ്പമില്ല, ഈ മസ്റ്റാർഡ് യെല്ലോ എടുത്തോ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു പീച്ച് പോയി എടുക്കരുത്. ഒരു പക്ക എന്തോ ഒരു കോറൽ പിങ്ക് ഇല്ലേ, ലൈക്ക് ഒരു വേറൊരു ഫ്ലൂറസൻറ്റ് പിങ്ക് ഒക്കെ ഇല്ലേ, ആ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ക്വാളിറ്റി സെയിം, മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. ഷെയ്ഡ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെറുതെ പോയി എടുത്തിട്ട് പണി കിട്ടണ്ട. അഥവാ നിങ്ങൾ ഷെയ്ഡ് ഡിഫറൻസിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ബ്ലാക്ക് ഓൾസോ നല്ലതാണ്. ഓക്കെ, ഇതിൻ്റെ ഇവിടെ കണ്ട പേളാണ് ബട്ടൺസ് വന്നിട്ടുള്ളത്. നല്ലതാണ്. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ബട്ടൺസ് ഇങ്ങനെ 3 ബട്ടൺ വന്നിട്ടുള്ളൂ, പക്ഷെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് സ്ലീവിലേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ ഇതൊരു കഫ്താൻ കൈൻഡ് ഓഫ് ആണ് കേട്ടോ. കഫ്താൻ കൈൻഡ് ഓഫ് ടോപ്പാണ്. ഷർട്ട് അല്ലെ, ആ ഒരു ഷർട്ടാണ്. ഷർട്ട് എന്ന് പറയാൻ പറ്റും, ഇത് ഷർട്ടല്ല, ലൈക്ക് ഷർട്ട് ഡ്രസ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. അതൊരു കഫ്താൻ കൈൻഡ് ഓഫ് ആ ഒരു ടോപ്പാണ്. സോ ഇതിന്റെ സ്ലീവിലേക്ക് വരുവാണെങ്കിൽ എലാസ്റ്റിക് വന്നിട്ടുള്ള ഒരു കഫ്താൻ സ്ലീവ് അങ്ങനെയാണ് വന്നിട്ട്, ലൂസ് കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. ഓക്കെ, നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയും താഴത്തേക്കായിട്ടാണ് 2 സ്ലിറ്റ് 2 ഭാഗത്തും വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ മെറ്റീരിയലിലെ കളറൊക്കെ നരക്കച്ചുരുക്ക അങ്ങനത്തെ ഒന്നും വരില്ല. അറൗണ്ട് ഒരു 600 റുപ്പീസ് അങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നല്ല ബോത്താണ് ആ പ്രൈസിന്. അടിപൊളിയാണ്. പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടമാവും.
സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റൊരു ലിങ്ക് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം, അതായത് ബ്ലാക്ക് ബോട്ടത്തിൻ്റെ ലിങ്ക് കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ നമുക്കൊരു ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള ഒരു കോട്ടൺ ടോപ്പിലേക്ക് വരാം. ഓക്കെ, ഇത് ഒരു കോട്ടൺ ഡ്രസ്സാണ്, ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഒരു ക്രീമിൽ വൈറ്റ് എന്താ പറയുക റെഡ് ഫ്ലവർ ആ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. സോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയല്ലോ കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ബലൂൺ കൈൻഡ് ഓഫ് ഒരു 3/4 ലെങ്ത്തിൽ വന്നിട്ടുള്ള സ്ലീവാണ്. ഇതൊരു ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ഒരു ഫ്രോക്ക് പോലെ, ഒരു സ്ലിറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ഫ്രോക്ക് പോലെ വന്നിട്ടുള്ള നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഇതും എനിക്ക് തോന്നുന്നു ഫ്രീ സൈസ് ഓർ ഫ്രീ സൈസ് ആണെങ്കിൽ ഫ്രീ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു സൈസ് അപ്പാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് വരികയാണെങ്കിൽ നോർമൽ നിങ്ങളെ സൈസ് ചൂസ് ചെയ്താൽ മതി. അടിപൊളിയായിട്ടുള്ള ഒരു എന്താണ് ടോപ്പാണ്, കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 സംതിങ് എന്തോ പ്രൈസാണ്. നോർമൽ സൈസ് ചൂസ് ചെയ്യാം, അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണെങ്കിൽ. ഓക്കെ, ക്യാഷ്വൽ വെയറിന് അടിപൊളിയാണ്. ഞാൻ കൂടുതലും ക്യാഷ്വൽ വെയറിൽ കൂടുതലും ഈ കോട്ടൺ കുർത്തീസ് അറിയാൻ മതിയാവും, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്, കൂടുതലും ചെയ്യാറെന്നല്ല അങ്ങനെയാണ് കൂടുതലും ഞാൻ അങ്ങനത്തെയാണ് ട്രൈ ചെയ്യാറ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് അഗെയിൻ ഒരു കോട്ടൺ മെറ്റീരിയൽ, ഒരു തിന്നാണ് കേട്ടോ തിൻ കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു കോളേഡ് നെക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു കാഫ് ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് നോട്ട് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഒരു ലൈക്ക് ഫ്ലെയേർഡ് കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്, നല്ല ക്വാളിറ്റി, ലൈക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുള്ളത്. ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, ചെറുതായിട്ടൊരു സീത്രൂ മെറ്റീരിയലാണ്, ലൈക്ക് ഞാൻ പറഞ്ഞില്ല തിൻ കോട്ടൺ മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതായിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയിൽ ഫിറ്റിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ തന്നെ നല്ലതാണ് കേട്ടോ. ഓക്കെ, അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട്, ലൈക്ക് ഒരു ഫ്ലെയേർഡ് ആയിട്ടുള്ള നല്ല ഭംഗിക്ക് നമുക്ക് വെയർ ചെയ്യാം. സോ ഇതിൽ പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സ്ലീവാണ്, ഷോർട്ട് സ്ലീവാണ് വരുന്നത്, എൽബോ ലെങ്ത് സ്ലീവ് വരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. കോളേർഡ് നെക്കാണ്, ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ഫ്രോക്ക് ലൈക്ക് ഒരു ഫ്ലെയേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വെയർ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്ക്, കണ്ടില്ലേ കോളേർഡ് നെക്ക്, ഇങ്ങനെയാണ് ചെറുതായിട്ടൊരു വി കട്ടിങ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ നെക്ക്, ഇതാണ് നമ്മളെ അടുത്ത ഔട്ട്ഫിറ്റ്, അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് ഒരു 500 ആ ഒരു പ്രൈസാണ്. ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാണ് കേട്ടോ, ആ ഒരു പ്രൈസിന് നല്ല ബോത്താണ്. സ്ലീവിൻ്റെ കാര്യം മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം, ഷോർട്ട് സ്ലീവ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ എടുക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള, പ്രീമിയം അഗൈൻ വരികയാണ്, പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ബോട്ടം ആണ് ഞാൻ കാണിച്ചു തരുന്നത് ഗൈസ്. ഇത് നോക്കി, ഈ ഒരു ബോട്ടം ഇത് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ണിപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു ബ്രിക്ക് ഷെയ്ഡും ബ്ലാക്കും നല്ല കോമ്പിനേഷനാണ്, ഞാൻ തന്നെ അതിൽ ഔട്ട്ഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബ്രിക്ക് ഷെയ്ഡും ബ്ലാക്കിലും വന്നിട്ടുള്ള ഈ ഒരു ബോട്ടം, ഓക്കെ ഇതാണ് ആ ഒരു ബോട്ടം, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടാണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡെനീമിൽ വന്നിട്ടുള്ള നല്ലൊരു ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു ബോട്ടാണ്. നിങ്ങൾക്ക് കാർഗോ ബോട്ടംസ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു ബോട്ടാണ്. ഇതിന് ഞാനൊരു ബ്ലാക്ക് ഷർട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിവേ ഇത് നിങ്ങൾ നോർമൽ എൻ്റെ 34 ആണ് സൈസ്, ഞാൻ അതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്, എന്തായിട്ടും ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓ എന്താ ആ മൈക്ക്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് കാണിച്ചു തരാം. വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ്. അത്യാവശ്യം ലെങ്ത് ഒന്നും വരുന്നില്ല, ഒരു ഷോർട്ട് ടോപ്പാണ്. സോ ഇത് ഒരു നമ്മളെ ടൈ അപ്പ് നെക്ക് ടോപ്പ് ആ ഒരു സംഭവമല്ലേ, ആ ഒരു ടോപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പ് സ്ലീവ് വന്നിട്ടുള്ളത് ലൂസിൽ ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവാണ്, എൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു നല്ലൊരു സ്ലീവാണ്. ഇത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. പിന്നെ ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടൈ അപ്പ് നെക്ക് ടോപ്പാണ്.
സോ നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ടൈ ചെയ്തിട്ടില്ല. നമുക്ക് വേറെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലെങ്ത് ഒന്നുമില്ല, ഷോർട്ടാണ്, പക്ഷെ ബാക്ക് കവേർഡ് ആയിട്ടൊക്കെയാണ് വരുന്നത്. വേറെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, തൊടലാവാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പ്. അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ബ്ലാക്ക് ഗൗൺ ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ്. ഇതിൽ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്, പറഞ്ഞുതരാം. സോ ഇതിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് വർക്ക് പോലെ വന്നിട്ടുള്ള ഈ ഒരു പേളാണ് കേട്ടോ. സോ പേളല്ല, ഒരു ത്രെഡാണ് കേട്ടോ, അത് എംബ്രോയിഡറി ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ആലിയ കട്ട് പോലെ വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ്. കാഫ് ലെങ്ത് ആണ് വരുന്നത്. ഇതിങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ടില്. സ്ലീവും കുഴപ്പമില്ല, ലൈക്ക് 3/4 എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭയങ്കര, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഷോർട്ട് സ്ലീവ് എന്ന് പറഞ്ഞില്ല ഗ്രീന്, അതുപോലെയല്ല, അതിലും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലീവ് ആണ്. എൻ്റെ എലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു മെറ്റീരിയൽ കുറച്ച് നല്ല തിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ലൊരു തിൻ ബ്ലാക്ക് നല്ലൊരു തിൻ ബ്ലാക്ക് മെറ്റീരിയൽ ആണ് കണ്ടോ. ഈ ഒരു തിൻ ബ്ലാക്ക് മെറ്റീരിയൽ ആണ്. അത് മാത്രമാണ് കുറച്ചുകൂടി കട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി എന്ന് പറയുമായിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് വർത്ത് ആയിട്ട് തോന്നുന്നു. ലൈക്ക് ഇതിന്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു 500 അറൗണ്ട് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ലെങ്ത് ഉണ്ട്, പ്ലേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടെടുക്കുക. പിന്നെ എന്താ, വാങ്ങിക്കുകയാണെങ്കിൽ കോട്ടൺ ആണ് മെറ്റീരിയൽ, എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല കേട്ടോ. ഒരു സ്ലിപ്പ്, ലൈക്ക് ഒരു ഇന്നർ ടോപ്പ് ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു ബ്ലാക്ക് ഇന്നർ ടോപ്പ് ഇട്ട് കൊടുക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഫിറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങും നല്ലതാണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. നോക്കാണ്ട് നോർമൽ എന്നാന്ന് തോന്നുന്നു. യെസ്, നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കളക്ഷൻസ്. എൻ്റെ കാല്, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, കാല് തരുത്ത് പണി അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയാലോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ വീഡിയോസ്. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.